മഞ്ഞപ്പൊടി സ്കൂളിൽ തരയില് മഞ്ഞപ്പൊടി കുറച്ച് തേങ്ങ ചവച്ചിരിക്കും. എന്നിട്ട് ഒരു നിക്കണത് പറയുമ്പോ തേങ്ങ മൂത്തിക്കും. ഹലോ ഗൈസ്, വെൽക്കം ടു ഫ്ലോഗ് ഷോ. അപ്പൊ ഇന്ന് നമ്മുടെ ഫ്ലോഗ് ഷോയുടെ ആദ്യത്തെ വീഡിയോയില് അതിഥിയായി വന്നിരിക്കുന്നത് വലിയ പ്രശസ്തനായ ശ്രാവൺജിയാണ്. പറയൂ ശ്രാവൺ. നമസ്തേ ജി. അപ്പൊ കാണുന്ന ആള് വളരെ ചെറുതാണെങ്കിലും വലിയവനാണ് കേട്ടാ. ഒന്ന് രണ്ട് യൂട്യൂബ് ചാനൽ, അതുപോലെ തന്നെ പിന്നെ അതൊക്കെ ഫേസ്ബുക്ക് ചാനൽ, ഇൻസ്റ്റാ ചാനൽ. അതായത് പൊന്നിട്ടൻ ഭയങ്കര ചെറിയൊരു കുട്ടിയാണ്. അപ്പൊ അവന്റെ ഇപ്പോഴുള്ളൊരു ലൈഫ് സ്റ്റൈലും അതുപോലെ നമ്മുടെ പഴയ കാലത്തെ ഒരു സ്കൂൾ ജീവിതമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പൊ പൊന്നിട്ടൻ, നീ നിന്റെ കാലത്തെ എണീറ്റ് സ്കൂളിൽ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തണ വരെയുള്ളൊരു സ്റ്റോറിയാണ് നമുക്ക് കേൾക്കേണ്ടതെന്ന്. നമ്മളൊക്കെ 20s കിഡ്സ് 90s കിഡ്സ് ആയി പോയി. നീ ചോദിക്കാണ് വെറുതെ. അപ്പൊ ഇപ്പോഴുള്ള ന്യൂജൻ പിള്ളേരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്നും കൂടി നമുക്ക് അറിയണ്ടേ ഗൈസ്. അപ്പൊ ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പോയിരുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ബസ് സ്റ്റോപ്പ് വരെ നടന്ന് ബസ്സിൽ കയറി ആദ്യത്തെ കണ്ടക്ടറുടെ ആട്ടും തുപ്പൊക്കെ കേട്ട് കൺസെഷൻ കൊടുത്ത് കൊറേയൊക്കെ ഞാൻ മുങ്ങി നടക്കും. ഏത് കൺസെഷൻ കൊടുക്കണ കൊണ്ട് തന്നെ നമുക്കൊരു ഇതാണ്, ഇതൊരു കുറച്ചിലാണ്. അയ്യോ ചീത്ത പറയോ, സ്കൂളിൽ എത്തുന്ന വരെ അവിടെ ബസ് സ്റ്റോപ്പ് എത്തുന്ന വരെ നമ്മളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചീത്ത പറയോ, ഇരിക്കാൻ പറ്റുമോ, ചിലപ്പോ സീറ്റൊക്കെ ഉണ്ടാവും, പക്ഷെ എന്നാലും ഇരിക്കാൻ ഒരു പേടിയായിരുന്നു. നോക്കും. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോ അതിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്ന് പൊന്നൂട്ടൻ പറയണം. പൊന്നൂട്ടന്റെ ഡെയിലി ലൈഫ് പറഞ്ഞാൽ മതി. ഡെയിലി ലൈഫ് എന്ന് പറയുമ്പോ സ്കൂളിലുള്ളപ്പോ ഒരു 8:30 എനിക്കും 10 മണിക്കാണ് സ്കൂൾ തുടങ്ങുക. 8:30 എനിക്ക് 8:30 കഴിഞ്ഞിട്ട് അതുവരെ കുറച്ച് ടൈം കിടന്നുറങ്ങി, എണീറ്റിട്ട് വന്ന് TV കാണും. ഒരു 10-15 മിനിറ്റ് കണ്ടിട്ട് വീണ്ടും ഒന്നിത്തിരി നേരം കിടന്നുറങ്ങും, വീണ്ടും ഇത്തിരി നേരം TV കാണും. എന്നിട്ട് ഒരു 9 മണിയാകുമ്പോ 9-9:15 ആകുമ്പോ ഫുഡ് കഴിക്കും, പല്ല് വെച്ചിട്ട് ഫുഡ് കഴിക്കും, പിന്നെ കുളിക്കും. അത് പെട്ടെന്നാണ് ചെയ്യാ. തിക്കും തിരക്കല് വീട്ടിൽ നിന്ന് കുറെ ആട്ടും തുപ്പൊക്കെ കേൾക്കും. അത് ഡെയിലി ഇത് കേൾക്കുന്നതായ കൊണ്ട് പിന്നെ ശീലായി. പിന്നെ ഇവിടുന്ന് എന്താ പറയാ, വല്ല ബസ് ഇപ്പൊ നിർത്താണ്ട് പോകും, ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാ അപ്പൊ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് സ്ഥലം ഉണ്ടാവും, എന്നിട്ട് നിർത്താണ്ടായി പോകും. എന്നിട്ട് ഏതെങ്കിലും ബസ് കിട്ടി അതിൽ കയറും. എന്നിട്ട് 2 രൂപ കൊടുത്തിട്ട് ആരെ അച്ചാച്ചന അമ്മാമ്മ ആര് വന്നാലും ഞങ്ങൾ അതിന്റെ കൊടുക്കില്ല, ഞങ്ങൾ അവിടെ ഇരിക്കും. സ്കൂൾ വരെ ഇരിക്കും. കണ്ടക്ടർ എന്ത് വേണേലും പറയും, ഞങ്ങൾ ഇങ്ങനെ ഒന്നും മേടിക്കാണ്ട്. ഇപ്പൊ ചില നേരത്ത് പറയും അവിടെ ഇരിക്കരുത്, ആൾക്കാർ വരണം, മേടിച്ചു കൊടുക്കണം എന്നൊക്കെ പറയും. ചിലരെന്ന് പറയുമ്പോ ഇങ്ങനെ ഈ വല്ലാണ്ട് ചെറിയന്മാരായിട്ടുള്ള അച്ചാച്ചന്മാരില്ലേ, അവര് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാ ഈ ബാഗൊക്കെ സീറ്റിലാണ് വെക്കണേ, നിലത്തേക്ക് ഇറക്കി വെക്കി. നിങ്ങൾ ഈ ബാഗ് കൊണ്ട് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാ പിന്നെ എങ്ങനെയാ? പിന്നെ അങ്ങനെയല്ല. പിന്നെ ഈ ഞങ്ങള് പൈസ ഞങ്ങള് ബാക്കിൽ കൂടെ കയറും, കണ്ടക്ടർ ഫ്രണ്ടിൽ കൂടെ കയറും. എന്നിട്ട് ഞങ്ങള് എന്താ പറയാ പൈസ കൊടുക്കില്ല. എന്നിട്ട് ഞങ്ങള് ഫ്രണ്ടിക്ക് പോവും, ആള് ബാക്കിക്ക് വരും. അങ്ങനെ പോവും. എന്നിട്ട് മറ്റേ സാധനം കണ്ടക്ടർ പിന്നിക്ക് വരുമ്പോ ഫ്രണ്ടിക്ക് ഓടും, ഫ്രണ്ടിൽ വരുമ്പോ ബാക്കിക്ക് ഓടും. എന്നിട്ട് ഞങ്ങളിങ്ങനെ പോവും, അങ്ങോട്ടും പോയി. എന്നിട്ട് സ്കൂളത്ത് ഇറങ്ങുമ്പോ ബാഗ് ചാടിയിറങ്ങും. എന്നിട്ട് പൊന്നൂട്ടനോട് എല്ലാ ബസ്സുകാരും മറ്റേ എന്തിനെല്ലാരും കൂടി ഇങ്ങനെ കയറി വരണേ, അല്ല കുറച്ചു പേരൊക്കെ ആയിട്ട് വന്നാ പോരെ, അല്ലെങ്കിൽ നിർത്താണ്ട് പോയ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബസ് നിർത്താണ്ട് പോയി, കയറ്റാണ്ട് പോയി. അങ്ങനെ ഉണ്ടായിട്ടില്ല, നിർത്താണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ പ്രശ്നമൊക്കെ കിട്ടുന്നില്ല. ഇല്ല അല്ലേ? പൊന്നൂട്ടൊരു പ്രശ്നക്കാരനാട്ടാ. പൊന്നൂട്ടൻ പണ്ട് ബസ്സിനൊക്കെ കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂള് വിട്ടിട്ട് എന്താ പറയാ ബസ്സിൽ സ്ഥലമുണ്ട്, പക്ഷെ നേരം വൈകിന്ന് പറഞ്ഞിട്ട് അവര് നിർത്താണ്ട് പോയപ്പോ ഞങ്ങള്
ബസ്സിന്റെ ബാക്ക് ഭാഗം ഇങ്ങനെ ഈ പുട്ടിയൊക്കെ അടിച്ച് ഇതാക്കിയിട്ടുള്ള അങ്ങനെ ഇതാണ്. അപ്പൊ ഞങ്ങളായിക്ക് കല്ലെടുത്തെറിഞ്ഞു. അപ്പൊ കല്ലെടുത്തെറിഞ്ഞപ്പോ അതുമ്മ തട്ടി, ശബ്ദമൊന്നും കേട്ടില്ല. എത്രാം ക്ലാസ്സിൽ പഠിക്കണേ? 7 പഠിക്കണവൻ 7 പറയുമ്പോ ഓണപരീക്ഷക്കൊക്കെ മുന്നേ. ഇപ്പൊ അടുത്തെറിഞ്ഞു. കാണുന്ന പോലെ നല്ലതായിട്ടാണ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ബസ് ഇറങ്ങി കഴിഞ്ഞാൽ കൊറേ ഉണ്ട് അങ്ങനെ നടക്കാൻ, ഒരു 300 മീറ്റർ ഉണ്ട് നടക്കാൻ. എന്നിട്ട് ഞങ്ങൾ അവിടെ നടന്ന് നടക്കുന്ന സമയത്ത് പണ്ട് നമ്മള് നടക്കുന്ന സമയത്ത് സൈഡില് സ്കൂളിന്റെ സൈഡില് ഏതെങ്കിലും ചെറിയ കടകളൊക്കെ കടകളിൽ നിന്ന് ഞങ്ങള് വാങ്ങാറ് പാൽമിഠായി, 1 രൂപ മിഠായി 2 രൂപ മിഠായി കിട്ടിയ വാങ്ങാറ്. ഒരുപാട് മിഠായിക്ക് വാങ്ങും. പാൽമിഠായിക്ക് ഞാൻ വാങ്ങാറ് 1 രൂപയ്ക്ക് 4 പിന്നെ പുളിമിഠായി, പുളിമിഠായി, പിന്നെ കപ്പലിന്റെ അരച്ചത് എന്ന് പറഞ്ഞ ചെറിയ സ്ക്വയർ സാധനങ്ങൾ വരാറുണ്ട്. പിന്നെ സിപ്പപ്പ്, ഒരുപാട് സിപ്പപ്പ്. ഇപ്പൊ എന്താ പറയാ, ബസ്സിന് കൊടുക്കാത്ത ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ 8 രൂപ ഉണ്ടാവും. അഥവാ ഇപ്പൊ വല്ല ബസ് മിസ്സായി കഴിഞ്ഞാൽ പൈസ ഇല്ലാണ്ട് ഇരിക്കാണ്ടാന്ന് വിചാരിച്ചിട്ട് 8 രൂപ വരും. ഇവിടുന്ന് പോകുമ്പോ ബസ്സിന്റെ കാശ് കൊടുക്കില്ല. എന്നിട്ട് അവിടെ എത്തുമ്പോ ഇറങ്ങിയിട്ട് നാളെ നിനക്കിനി മുതൽ പൈസ ഇല്ല 2 രൂപ വരെ മഞ്ചാടി മേടിച്ച് കഴിക്കും. മഞ്ചാടി എന്ന് വെച്ചാൽ ഒരു സിപ്പപ്പാണ്. എന്ന് വെച്ച് കഴിഞ്ഞാ ഈ കൊക്കക്കോള ഇങ്ങനെ ഫ്രീസ് ചെയ്തിട്ടുള്ളത്, പിന്നെ ഈ ഉപ്പിലിട്ട മാങ്ങില്ലേ അതും അതിന്റെ വെള്ളമൊക്കെ കൂടി ഫ്രീസ് ചെയ്തിട്ട് നല്ല ടേസ്റ്റാ. ഉപ്പുമാങ്ങ ടേസ്റ്റ് ഒക്കെ ഉള്ള സിപ്പപ്പ് ഉപ്പിലിട്ടത് ഒരേ ഇതില് വെച്ചിരിക്കുക, സിപ്പപ്പ് ആക്കിയിട്ട് ഇങ്ങനെ സിപ്പപ്പ് ആക്കിട്ടോ. ഉപ്പുമാങ്ങ പറയുമ്പോ രാവിലെ വെള്ളം കൊടുത്തു. അപ്പൊ 2 രൂപ. എന്നിട്ട് ചിലവര് എന്താ പറയാ, ഞങ്ങളുടെ അവിടെ ഒരു 6 കടയുണ്ട്. ഒരാളിപ്പോ 1 രൂപ പറയും, ഒരാൾ 2 രൂപ പറയും, 3 രൂപ 4 രൂപ. അപ്പൊ ആദ്യം എല്ലായിടത്തും ചോദിക്കും എവിടെ വില കുറവുള്ള അവിടെ നിന്ന് മേടിക്കും. സെയിം സാധനമാണ് അത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കടകളിൽ നിന്ന് മോഷ്ടിക്കാറുണ്ടോ ഏതെങ്കിലും പിള്ളേർ? മോഷ്ടിക്കാറുണ്ടെന്ന് വെച്ച് ചേട്ടാ അതിന്റെ എത്ര വില എന്നിട്ട് നമ്മള് പ്രൊജക്ട് ഒക്കെ ഉണ്ടായ കവറിൽ ഇങ്ങനെ ചാർട്ടൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് ആളങ്ങനെ വയസ്സായ അച്ചാച്ചന്മാരാണ്. അപ്പൊ ഇങ്ങനെ അവളെ നോക്കിയിട്ട് ഇങ്ങനെ വിലക്ക് നോക്കി നോക്കി വരുമ്പോ ഒരു ലൈസ് കുടിച്ചിട്ട് എന്നിട്ട് ക്ലാസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ കൊറേ പിള്ളേർ എടുക്കും. എല്ലാരും എടുക്കും, ഞാൻ മാത്രം അവിടെ കുറച്ച്. എന്നിട്ടത് ബാക്കിയുള്ളവരൊക്കെ അപ്പ കിട്ടി കഴിഞ്ഞാൽ അപ്പ കഴിക്കും. ഞാൻ എന്ത് ചെയ്യും, ടീച്ചർ ക്ലാസ് എടുക്കുമ്പോ ബോർഡില് എഴുതും. എന്നിട്ട് ഞങ്ങള് പൊട്ടിച്ച് ക്ലാസ്സിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കഴിക്കും. ബെഞ്ചിന്റെ അടി വെച്ചിട്ട് ഇങ്ങനെ കൊറേ ഇരുന്ന് കഴിക്കും. ടീച്ചർ ഇങ്ങനെ എഴുതും, ബാക്കിയിടും, എഴുതും. എന്നിട്ടിപ്പോ ഒരു കുട്ടി എന്താ പറയാ, അത് പറയണോ? പറഞ്ഞോ. അത് പറഞ്ഞേക്കാം. ഒരു കുട്ടി എന്റെ ക്ലാസ്സിലുള്ള ഫോൺ കളുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് ഫ്രീ ഫയർ കളിക്കാട്ടാ 7 അത് അത് റെഡ്മി നോട്ട് 10 എന്ന് പറയുന്ന ഒരു ഫോൺ. അത് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അതില് ഫ്രീ ഫയർ ഒക്കെ കളിച്ച് കൊറേ ഫോട്ടോസും വിറ്റണ് ഒക്കെ ഇതാക്കി. പിന്നെ അവന്റെ ആ ഫോൺ പോയാലും അവനൊരു പേടിയില്ല, ഒന്നുമില്ല. അവന്റെ ഒരു ഐഫോണിന്റെ 6S എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ട്. അന്ന് ചെയ്യാൻ കുറച്ച് റിച്ചാ. എന്നിട്ട് അങ്ങനെ എന്നിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു. എല്ലാ ക്ലാസ്സിലും എന്നിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യും, ഗെയിം കളിക്കും. ടീച്ചർ അപ്പൊ അമ്മാമ്മ ടീച്ചർമാരാണ് കൂടുതൽ ഞങ്ങളുടെ സ്കൂളിലുള്ളത്. പിന്നെ ടീച്ചർ ഇങ്ങനെ ബോർഡിൽ എഴുതും, ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഗെയിം കളിക്കും, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെന്ന് പറയുന്നത് ഇന്റർവെൽ എന്ന് പറയുമ്പോ ഇങ്ങനെ 3 സ്റ്റെപ്പാണ്. അപ്പൊ 3 സ്റ്റെപ്പ് എന്ന് പറയുമ്പോ സ്റ്റെപ്പല്ല 3 നല്ല. അപ്പൊ ഏറ്റവും മുകളിൽ ഞങ്ങളുടെ അത് ക്ലാസ്. എന്നിട്ട് അടിയിൽ കുറെ പിള്ളേർക്ക് ഉണ്ടാവും, മുകളിൽ തുപ്പും.
ലാസ്റ്റ് ഇവിടത്തെ ഒരു പാവം പിടിച്ച നല്ല കുട്ടിയാണ് ട്ടാ. എന്നിട്ട് ഇവൻ വീട്ടിലും പരിസരത്തെ കാണുമ്പോൾ വിചാരിക്കും ഇത്രയും നല്ല കുട്ടി അറിയില്ലാന്ന്. എന്നിട്ട് എന്താ പറയാ, ടീച്ചർ വന്ന് ചോദിക്കും ആരെ തുപ്പിയപ്പോ ഞാൻ അതിന്റെ ഇടയിൽ തലവേദന പനിക്ക് അഭിനയിച്ച് ഓസ്കാർ കിട്ടും. എന്നിട്ട് ഞാൻ എക്സാം ഹാളിൽ ഇരുന്നിട്ട് ഒരു വട്ടം ഞങ്ങക്ക് ഒരു എക്സാം ഉണ്ടായിരുന്നു. തന്നെ നീ ഇതിപ്പോ നമുക്ക് ഒരു ചോദ്യം ചോദിക്കാൻ പോലും ഗ്യാപ്പ് തരുന്നില്ലല്ലോ കഴിച്ച. കോപ്പറേറ്റ് എക്സാം എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. അപ്പൊ എക്സാമിൽ ക്ലാസ്സിൽ ഇരുന്നിട്ട് ഞങ്ങൾ ബബ്ലിക്ക് കഴിക്കും. അപ്പൊ വേറെ സ്കൂളിൽ നിന്ന് ടീച്ചർമാര് വരുന്നേ, അതും കുറെ അമ്മാമ്മ ടീച്ചർമാരാ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ എഴുതും, എങ്ങനെ തിരിയുമ്പോ ഇവര് കണ്ണൊന്നും കാണില്ല. ഞങ്ങൾ അതിന്റെ മുന്നിൽ പക്ഷെ പശുക്കള് ചവക്കണ പോലെ ചവച്ചാലും ഇവര് കാണില്ല. എന്നിട്ട് ഞാന് ചൂളം കുത്തി. അപ്പൊ ഞാൻ എന്നിട്ടിങ്ങനെ തറവേന പോലെ അഭിനയിച്ചു. എന്നിട്ട് ആരെ ചൂളം കുത്തി എന്ന് പറഞ്ഞ് ഇതാക്കി പറഞ്ഞു. ഞാനങ്ങനെ അഭിനയിച്ചിട്ടെടുക്കല്ലേ വേറൊരു കുട്ടി. അപ്പൊ വേറെ കുട്ടി അവനാ ടീച്ചർ, അവൻ എന്നല്ല പറയുന്നത്, വേറെ ഒരുത്തര് എന്റെ ശത്രുവിനെ പറഞ്ഞു. അത് കേട്ടപ്പോ എനിക്ക് സമാധാനായി. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ശത്രുവാണ് എനിക്ക് ഇഷ്ടമല്ല, ഭയങ്കര ഷോയാ. ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ആക്കി പറയലൊക്കെ അല്ലല്ല അവനല്ല. എന്നിട്ട് ഞങ്ങളിങ്ങനെ ഇരുന്ന് അവരൊന്നും പറഞ്ഞ് എന്നിട്ട് അവന് കേൾക്കും, അടിയും സാധനങ്ങളൊക്കെ അവന് കിട്ടും. എന്നിട്ട് എനിക്കൊന്നും കിട്ടില്ല. അപ്പൊ എന്നിട്ട് ഞങ്ങളുടെ പണ്ടത്തെ വാതിലാണ് ക്ലാസ്സിനുള്ളത്. അപ്പൊ അതിന്റെ മുകളിൽ ഇങ്ങനെ പിടിച്ച് തൂങ്ങാൻ പറ്റും. ഒരു ദിവസം തൂങ്ങിയപ്പോ ടീച്ചറ് ചോറിലും കൊണ്ട് വന്നു. അപ്പൊ എന്റെ അപ്പുറത്ത് തന്നെ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞ കുട്ടി ഇതാക്കണ്ടായിരുന്നു. അപ്പൊ എന്നിട്ട് അവൻ അടി കിട്ടി, ഞാൻ ഓടി. ഇതിനെ അതെ, ഞാൻ പഠിക്കുന്ന സമയത്ത് ഉച്ചക്ക് ചോറ് കിട്ടുമായിരുന്നു. അപ്പൊ അതിന്റെ ഒപ്പം നമുക്ക് ആഴ്ചയിൽ 1-2 ദിവസം മുട്ട കിട്ടും, ചിലപ്പോ റോബസ്റ്റ് പഴം കിട്ടും, പിന്നെ പാല് കിട്ടും. പാല് കിട്ടുന്ന ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സ് ഒക്കെ വാരി ഒരു കടലാസിൽ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ പോയിട്ട് പാല് വെച്ചിട്ട് നമ്മള് കുപ്പിയിൽ മിക്സ് ചെയ്ത് കുടിക്കലായിരുന്നു അന്നത്തെ പരിപാടി. അപ്പൊ ഇന്ന് അതുപോലെ എന്തെങ്കിലും കിട്ടാറുണ്ടോ? ഇപ്പൊ പാലും മുട്ടയും കിട്ടും, പിന്നെ പായസം കിട്ടും. പായസം കിട്ടും, സേമിയോ, പിന്നെ എന്താ ആഴ്ചയിലിട്ടാ, പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ബിരിയാണി. ബിരിയാണി പണ്ടും എനിക്ക് കിട്ടിയിരുന്നു. ബിരിയാണി എന്ന് പറയുമ്പോ ബിരിയാണി മഞ്ഞപ്പൊടി ബിരിയാണിയാണോ? സ്കൂളിൽ തരിയില് കുറച്ച് മഞ്ഞപ്പൊടി, കൊറേ മഞ്ഞപ്പൊടി, പിന്നെ എന്താ പറയാ ഈ കൊറേ വെജ് എല്ലാതും ഉണ്ടാവും. മറ്റേ കൊള്ളി, കിഴങ്ങ്, എല്ലാ ഉണ്ടേനെ, എല്ലാ സാധനങ്ങളും, എല്ലാ വെജിറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പോട്ട് കൽപ്പുരം വരെയുള്ള സാധനങ്ങളൊക്കെ ബിരിയാണി. എന്നിട്ട് എന്താ പറയാ അതില് സോയാബീനൊക്കെ ഇടും. സോയാബീൻ ഇടുമ്പോ അവര് എണ്ണയിലിട്ടിട്ട് കഴുകിക്കും. അപ്പൊ കുട്ടികൾ സോയാബീൻ എടുക്കില്ല, ടീച്ചർമാർക്ക് അത് ഇഷ്ടാ. അപ്പൊ അതിൽ കോത്തപ്പോ സോയാബീൻ ഇഷ്ടമല്ലാത്തവര് ടീച്ചർമാർ. എന്നിട്ട് ഞാൻ കഴിക്കില്ല, എനിക്ക് അവിടുത്തെ സ്കൂളത്തെ ചോറൊന്നും ഇഷ്ടമല്ല. ഇങ്ങനെ പിളി ചോറ. പണ്ട് ഫ്രൈഡ് റൈസ് ഞാൻ എന്നും കൊണ്ടും. എന്നിട്ട് ഒരു കുട്ടീന്റെ എന്ത് നമ്മളെ തല്ലൂടി ഇങ്ങനെ നിൽക്കും. എന്നിട്ട് എന്ത് പറഞ്ഞാലും ഉച്ചക്കിട്ടാ ശ്രാവണേ നല്ല കുട്ടനല്ലേടാ ഇത്തിരി തരുവടാ എന്ന് ചോദിക്കും. എന്നിട്ട് നമ്മള് പാത്രം തുറക്കുമ്പോ എവിടെ നിന്നൊക്കെ കൈ വരാന്നറിയില്ല. ശ്രാവണേ എന്നൊക്കെ നോക്കിയിട്ട് എന്നിട്ട് നമ്മള് എടുക്കണ്ട അങ്ങനൊന്നും പറയില്ല. അപ്പോഴേക്ക് കൈയിട്ട് വാരി ഇതാക്കി അങ്ങനെ പകുതി ചോറ് OCD. അങ്ങനെ കൊറേ പേര് വന്നിട്ട് ഇങ്ങനെ ഒരു ടീച്ചറുണ്ട് ക്ലാസ് എടുക്കുമ്പോ മറ്റേ തേങ്ങ ചവച്ചിരിക്കും. എന്നിട്ട് ഒരു മര്യാദ വെക്കണ പറയുമ്പോ തേങ്ങ മൂത്തിക്ക് വരും. അല്ല ഞങ്ങടെ. എന്നിട്ട് ഞങ്ങളപ്പോ ബാക്ക് ബെഞ്ചിലിരിക്കുള്ളോ. അപ്പൊ അത് ഒരു മടിയത്തി ടീച്ചർ. അപ്പൊ ഇങ്ങനെ നേരം ബെഞ്ചിന്റെ മുകളിൽ ഇങ്ങനെ കാലം കയറ്റിച്ച് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അതിങ്ങനെ ഓരോന്നും പറഞ്ഞിരിക്കും. അത് കാരണം ഇപ്പൊ ഫുഡ് കഴിക്കുന്ന നേരത്ത് ഇങ്ങനെ വന്നിട്ട് നമ്മളിപ്പോ എന്ത് ചോദിക്കാന് ഇത്തിരി താഴാന്ന് പറഞ്ഞ ടീച്ചർമാരെ വരെ ചോദിക്കുമ്പോ തുപ്പും ചോറിക്കും. തുപ്പ് മീൻസ് വായുള്ള സാധനങ്ങളൊക്കെ കഴിക്കും. പണ്ട് എനിക്കൊരു സാറുണ്ടായിരുന്നു, വെറുതെ സംസാരിച്ചാൽ മതി, അടുത്തൊക്കെ വന്നിട്ട് അവളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ തെറിക്കും. അപ്പൊ ഞാനിങ്ങനെ ഒരു ടീച്ചറുണ്ട്
ടീച്ചറെ പേര് പറയണില്ലേ, നാളെ സ്കൂളിൽ പോകുമ്പോ തല്ലിക്കൊല്ലും. ആ ഇഷ്ടല്ല ടീച്ചറെ, ആ ടീച്ചർ ഇഷ്ടല്ല. സോഷ്യൽ എടുക്കണ്. പേര് പറയണില്ല. അത് ഞങ്ങക്ക് കോപ്പറേറ്റ് പരീക്ഷയ്ക്ക് എടുത്ത ടീച്ചറാണ്. അപ്പൊ അത് പേര് പറഞ്ഞ മോശല്ലേ, അത് പേര് പറയുന്നത്. എന്നിട്ട് ഈ ടീച്ചറ് ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് ടീച്ചറെ വിചാരം ഞാൻ വല്ല ChatGPT എന്നാ എല്ലാ കാര്യങ്ങളും ചോദിക്കും. എന്നാണ് ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത്, എല്ലാതും. ഞാൻ അല്ലാണ്ട് ആ ക്ലാസ്സിൽ വേറെ കുട്ടികളില്ല എന്നാ ടീച്ചറെ വിചാരം. അല്ല, എന്നിട്ട് എല്ലാതും എന്റെ അടുത്ത് ചോദിക്കും. എന്നിട്ട് ഞാൻ എന്തെങ്കിലും പറയണ്ടേ, പിന്നെ ടീച്ചറെ ഞാൻ ChatGPT എന്നല്ല, എല്ലാതും എന്റെ അടുത്ത് ചോദിക്കണ്ടെന്ന് ഞാൻ പറയും. ആ ഞാൻ അങ്ങനെ പറയും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാമ്മ ടീച്ചറാണ്. എവിടെ അടിക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ചൂരിലുമ്പ റബ്ബർ പാൻറ് കിട്ടിട്ട് 4 അടി. പിന്നല്ലാണ്ട് ഒരു കുട്ടീന്റെ ടീച്ചർ, ആ കുട്ടീന്റെ ടീച്ചർക്ക് പേടിയാ, ശ്രീലേഷ് എന്ന് പേര്. അങ്ങനെ കൊറേ പ്രശ്നമൊക്കെ. എന്നിട്ട് ഈ ഇടിക്കലും കേസൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവൻ എന്റെ ഫ്രണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാ ആരെയും പേടിക്കും. അങ്ങനൊക്കെ ആകുമ്പോ പിന്നെ കുഴപ്പമില്ല. ഗുണ്ടാ ടീം എന്നല്ല. ചോദിക്കട്ടെ, നിങ്ങള് പിള്ളേര് ഗാങ് ആയിട്ട് വേറൊരു ഗാങ്ങിനെ പോയി ഇടിക്കാൻ പോയിട്ടുണ്ട്? പോയിന്റ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കൊല്ലം തന്നെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കൊല്ലല്ല, കഴിഞ്ഞ കൊല്ലം എന്ന് പറയുമ്പോ ഞങ്ങളുടെ ക്ലാസ്സില് അപ്പുറത്തെ ക്ലാസ്സിലത്തെ ടീച്ചർ തെറി വിളിക്കലും, ടീച്ചറുടെ പിള്ളേരെ തെറി പഠിപ്പിച്ചു കൊടുക്കലും, തെറി വിളിക്കലും. ആ അങ്ങനെ വെച്ച് കഴിഞ്ഞാ ഡാ മണ്ട, ഡാ പൊട്ട, ഡാ പട്ടി, തെണ്ടി അങ്ങനെ. അവരെന്ത് ചെയ്യാ, പിള്ളേരെ അതിനെക്കാട്ടും വലിയ സാധനങ്ങൾ പറയും. അതൊന്നും പറയാൻ പറ്റുന്ന പറയില്ല. എന്നിട്ട് ഇവര് ഓരോന്നും ഞങ്ങളുടെ ക്ലാസ്സിനെ പറയും, ഞങ്ങളെ പിടിച്ചടിക്കുക ചെയ്യും. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏക്കാരെന്ന് പറയുമ്പോ 11 പിള്ളേരുള്ളോ, ഞങ്ങള് 44 പിള്ളേരുണ്ട്. ഞങ്ങളോരോന്നും പറയും. ആ അത് മലയാളം മീഡിയ. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് എല്ലാരും കൂടി ഇങ്ങനെ വെറുതെ ഇടിക്കുമ്പോ ഞങ്ങൾ എന്തോരം കംപ്ലൈന്റ് ചെയ്തത് HM കൊടുത്തതൊന്നും ഒരു ഇതായില്ല. ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് പോയിട്ട് 4 ഇതൊക്കെ പറഞ്ഞ് കുട്ടീനെ കൊണ്ടൊക്കെ ഇടിപ്പിച്ച് എന്നിട്ട് കൊറേ പ്രശ്നം ഉണ്ടായി. എന്നിട്ട് അവര് മൂങ്ങിയിരുന്നിട്ട്, എന്നിട്ട് ഞങ്ങള് ഞാൻ ഇടിച്ചിട്ടില്ല. ഒരു തക്കം കിട്ടിയപ്പോ അല്ല, ഒരു കുട്ടിയുണ്ട് പിടിച്ചന്ന് പുറത്തിടിച്ചോളാം, എന്നാ കുട്ടി ഇടിച്ചു പുറത്തിടിച്ചോളാന്ന് പറഞ്ഞു. നല്ലത് ഞാൻ ഇങ്ങനെ നോക്കി പറഞ്ഞ് ഇടിച്ചു. എന്നിട്ട് ആ കുട്ടി കരഞ്ഞപ്പോ ആ കുട്ടിക്ക് അറിയില്ല ആരടിച്ചെന്ന്. എന്നിട്ട് എന്താ പറയാ, ടീച്ചർ ചോദിച്ചു ഇവന്റെ പുറത്ത് ആരാടാ അടിച്ചേ, ഇത് ഇങ്ങനെ ആക്കിയെങ്കിൽ ആരെങ്കിലും അടിക്കോ? പിന്നെ എന്നിട്ട് എന്നെ വന്നപ്പോ മനസ്സിലായിട്ടില്ല. ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവില്ല. പിന്നെ പിന്നെ നെക്സ്റ്റ് ടോപ്പിക് കാമുകിയുടെ ഞാൻ കേക്കാൻ വേണ്ടി വേണ്ട, നീ പറഞ്ഞു. ആ ക്വസ്റ്റ്യൻ എന്താ പറയാ, അവന്റെ വായന്ന് വരുന്ന പ്രതീക്ഷിച്ചതാണ്. അപ്പം അതെത്രയാ 23 അങ്ങോട്ട് ഉണ്ട്. ഒരു 7 പേര്. 7 പേര്. അതിലെ പൊന്നുട്ടിനെ ഇഷ്ടപ്പെട്ട ഒരു 3 പേര്. ഏറ്റവും ഭംഗിയുള്ള കുട്ടി ആരാ? ഏറ്റവും ഭംഗിയുള്ള കുട്ടി എന്ന് പറയുന്നത് നാളെ പോകുമ്പോ ക്രഷ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പൊ നമ്മളിപ്പോ ചോദിച്ചു കഴിഞ്ഞാ പിന്നെ ടീച്ചറായി പ്രശ്നമായി. നമ്മൾ ചോദിക്കാറില്ല, നമ്മൾ നല്ല കുട്ടികളാണ്. അതുകൊണ്ട് നല്ല കുട്ടിയാണ്. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, ഇപ്പൊ ഒരു 3-4 പിള്ളേരുണ്ട്. പേര് വേണ്ടേ? അപ്പൊ ഞാൻ ക്രഷ് 3 പേരെ എടുത്തിട്ടുണ്ട്. അതിന്റെ ഒന്ന് ഫസ്റ്റ് ലെറ്റർ വരുന്ന S, ഏറ്റവും ലാസ്റ്റ് ലെറ്റർ വരുന്ന I, ഏറ്റവും ലാസ്റ്റ് I. പിന്നെ വേറെ ഒരു കുട്ടിയുണ്ട്. അത് വേഗം കത്തും സ്കൂളിലുള്ള പിള്ളേർക്ക്. അപ്പൊ എന്നെ മാത്രമേ ഞാൻ പറയണല്ലോ, N. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോ I. അല്ല പിന്നെ
അപ്പൊ ഇത്ര നേരം നമ്മൾ കേട്ടിരുന്നത് നമ്മുടെ പൊന്നൂട്ടന്റെ ലൈഫിലെ കുറച്ച് കുട്ടി നല്ല സ്റ്റോറീസുകളാണ് കേട്ടാ. അപ്പൊ ഇനിയും ഒരുപാട് വെറൈറ്റി വീഡിയോസുകളും ഒരുപാട് സ്റ്റോറീസുകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പൊ അതുവരെ കാത്തിരിക്കുക. ഒപ്പം തന്നെ അടിയിലുള്ള ലൈക്കും സബ്സ്ക്രൈബും ഷെയറും മൂന്നും അമർത്തിക്കോളും. അത് അടിച്ചു പൊട്ടി. അതുവരയ്ക്കും ബൈ.